Hello all. Our next topic is gradient gel electrophoresis. This gradient gel electrophoresis is a specialized electrophoretic technique. ഇതുവരെ നമ്മൾ പഠിച്ച ഇലക്ട്രോഫോർസിസ് പ്രൊസീജിയർ പോലെ അല്ലാതെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്പെഷ്യലൈസ്ഡ് ടെക്നിക് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഗ്രേഡിയന്റ് ജെൽ ഇലക്ട്രോഫോർസിസ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് സ്പെഷ്യലൈസ്ഡ്? ആ ഒരു കാര്യം നോക്കുവാണെങ്കിൽ സോഫാർ ഇതിനു മുമ്പേ നമ്മൾ പഠിച്ച എല്ലാ electrophoresisലും we have learned that electrophoresis mostly carried out on the basis of its charge, size and shape. അല്ലേ? ഇതാണ് മൂന്ന് major factors which affects the mobility of particles which we are applied in the electrophoretic unit. അല്ലേ? അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഗ്രേഡിയന്റ് ജെൽ ഇലക്ട്രോഫോർസിസിൽ വാട്ട്സ് ഹാപ്പനിങ് ഈസ് ഇതിൽ മോളിക്കുലർ അതായത് ഏതാണോ പാർട്ടിക്കിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട പാർട്ടിക്കിൾ ഏതാണോ ആ പാർട്ടിക്കിളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഷേപ്പ് ഒട്ടും തന്നെ ഇതിൽ ഫാക്ടർ അല്ല. ലീസ്റ്റ് കോമൺ ഫാക്ടറാണ് ഷേപ്പ്. രണ്ടാമത്തെ വിഷയം സൈസ്. സൈസ് ഇസ് ദ most important factor in this gradient gel electrophoresis and the charge. Charge obviously നമുക്കറിയാം രണ്ട് പോൾസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ചാർജിന്റെ ബേസിസിൽ സെപ്പറേഷൻ നടക്കുന്നതായിരിക്കും. സോ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സൈസ്. വി നോ ദാറ്റ് most of the molecules are in being different sizes അല്ലെ? ഒന്ന് തീരെ കുട്ടി molecules, small molecules will be there. ചിലതൊക്കെ വലിയ molecules, large molecules ഉണ്ടാവാം. ആൻഡ് ഇവിടെ ഈ ഗ്രേഡിയന്റ് ജെൽ ഇലക്ട്രോഫോർസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസിങ് മീഡിയ അതായത് ജെല്ല് പോളി ആക്രിലാമൈഡ് ജെല്ലാണ്. Why we are using gel? What are the main benefits or speciality of this polyacrylamide gel? Because this polyacrylamide gel has a specific nature that we can control its pore size. ഓരോ ജെൽസിനും അതിൻ്റെതായ പോർ സൈസ് ഉണ്ട് നമുക്കറിയാം. ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോർ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റിന്റെ അടിസ്ഥാനത്തിൽ പോർ സൈസ് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം അല്ലെ? ദാറ്റ്സ് എ മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് polyacrylamide gel. സോ ആ ഒരു സൈസിന്റെ ബേസിസിൽ നമ്മൾ ഇലക്ട്രോഫോർസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസിങ് മീഡിയ ഏതാണ്? പോളിയാക്രിലാമൈഡ് ജെൽ ആണ്. സോ നമുക്ക് നോക്കാം. ദിസ് ഈസ് പെർഫോംഡ് ഇൻ പോർ ഗ്രേഡിയന്റ് ജെൽ. അപ്പം പോളിയാക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോർസിസിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന പോർ ഗ്രേഡിയന്റ് ജെൽ എന്നാണ്. Then here the size of the pores goes on continuously decreasing in the direction in which macromolecules migrate in the electric field. And ഇതിൽ നമ്മൾ എക്രിലാമൈഡ് പോളിഅക്രിലാമൈഡിലെ വൺ ഓഫ് ദ കമ്പോണന്റ് ആണ് എക്രിലാമൈഡ്. എക്രിലാമൈഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ പോർ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പോ ജസ്റ്റ് ഇമാജിൻ വി ഹാവ് എ കോളം. ഓക്കെ, ഒരു കോളത്തിലാണ് നമ്മൾ ഈ ഗ്രേഡിയന്റ് ജെൽ ഇലക്ട്രോഫോർസിസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ വി ഹാവ് എ കോളം. ഈ കോളത്തിൽ നമ്മൾ എന്ത് ലോഡ് ചെയ്യുന്നു? പോളിഅക്രിലാമൈഡ് ജെല്ല് ലോഡ് ചെയ്യുന്നു. അങ്ങനെ ലോഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഏത് ഓർഡറിലാണ് ലോഡ് ചെയ്യാന്ന് വെച്ചാല് താഴെ ചെറിയ സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിൾസും മേലെയുള്ള പോർഷനിൽ ലാർജ് പോർ സൈസ്ഡ് പാർട്ടിക്കിൾസ് അതായത് ജെൽ ബീഡ്സും ആണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അതായത് ലോവർ പോർഷനിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് smaller pore-sized beads and in upper portion it consists of larger pore-sized beads, and we are applying our sample in the topmost layer അല്ലേ? Yes, and you should remember that എപ്പോഴാ ഈ pore size കുറഞ്ഞു കിട്ടുക? when we are increasing the concentration of acrylamide in the gel. നമ്മൾ ജെൽ ബീഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ എക്രിലാമൈഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആ ജെൽ ബീഡ്സിന്റെ പോർ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, ഇനി നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴേ അപ്ലൈ ചെയ്യുള്ളൂ? വെൻ വി ആർ കണക്റ്റഡ് വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. അത് ആനോഡും കാത്തോഡും ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാം, ഇലക്ട്രിക് സപ്ലൈ കൊടുക്കാം. ഇനീഷ്യലി അങ്ങനെ ഇലക്ട്രിക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലി ദ മാക്രോമോളിക്യൂൾസ് മൂവ് അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. ഫസ്റ്റ് അതിന്റെ മൂവ്മെന്റ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റിക്ക് അനുസരിച്ച് തന്നെയായിരിക്കും. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഹാവ് ദെയർ ഓൺ ചാർജസ്. അപ്പൊ ആ ചാർജസിന്റെ ബേസിലാണ് ആദ്യത്തെ
മൊബിലിറ്റി ഉണ്ടാവുക. ദെൻ പ്രോഗ്രസീവ്ലി ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഒരു പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് വാട്ട്സ് ഹാപ്പനിങ് ഈസ് സം ഓഫ് ദി പാർട്ടിക്കിൾസ്, ചില പാർട്ടിക്കിൾസിന്റെ മൊബിലിറ്റി റിട്ടാർഡ് ആവും, അതായത് കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? ബിക്കോസ് താഴെ പോകുന്തോറും അവിടെ ജെൽ ബീഡ്സിന്റെ പോർ സൈസ് എന്താണ്, കുറഞ്ഞു വരികയാണ് അല്ലെ. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ വാട്ട്സ് ഹാപ്പനിങ് ഈസ് വൈൽ ദ മൊബിലിറ്റി ഈസ് ഇൻ പ്രോഗ്രസ്, there will be retardation of the particles, that movement of the particles. Okay, എപ്പോഴാണ് റിട്ടാർഡ് ചെയ്യുക? ലാർജർ പാർട്ടിക്കിൾസ് റിട്ടാർഡ് ആവും, സ്മോളർ പാർട്ടിക്കിൾസ് മൈഗ്രേറ്റ് ചെയ്യും. ബിക്കോസ് സ്മോളർ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്മോളർ പോഴ്സിന്റെ ഉള്ളിൽ, ജെൽ ബീഡ്സിന്റെ പോഴ്സിന്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് സ്ക്വീസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതേസമയം ലാർജർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അവിടെ മേലെ തന്നെ സ്റ്റക്ക് ചെയ്യും. ദെൻ എപ്പോഴാണോ ഇതില് മൈഗ്രേഷൻ സ്റ്റോപ്പ് ആവുന്നത്, അതായത് വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ആദ്യമേ സ്റ്റോപ്പായി വന്നിട്ടുണ്ടാവും. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ചെറുത് ഒന്നുകൂടെ താഴോട്ടേക്ക് പോവും, അതിലും ചെറുത് കുറച്ചുകൂടെ പോവും അല്ലെ. ദെൻ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ദ മൊബിലിറ്റി ഓഫ് ഓൾ പാർട്ടിക്കിൾസ് വിൽ ഗെറ്റ് സ്റ്റോപ്ഡ് അല്ലെ. റൈറ്റ്, വി നോ ദാറ്റ്. ഇപ്പൊ നമുക്ക് അത് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. മേലെ ലാർജ് പോറും ഏറ്റവും താഴെ സ്മോൾ പോർ സൈസും ആയിരിക്കും ഉണ്ടാവുക. അപ്പം പാർട്ടിക്കിൾസിന്റെ സൈസിനനുസരിച്ചിട്ട് വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ മേലെ ആ ഒരു പോർഷനിൽ എത്തുമ്പോഴേക്ക് തന്നെ സ്റ്റക്കായി വരും. ദെൻ അതിനേക്കാളും കുറച്ചുകൂടെ സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിൾസ് കുറച്ചുകൂടി മൂവ്മെന്റ് ഉണ്ടാവും. ദെൻ എപ്പോഴാണോ അതിന് സ്ക്വീസ് ചെയ്യാൻ പറ്റാത്തത്, പോസിന്റെ ഉള്ളിലോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തത്, ആ സമയത്തേക്ക് എല്ലാം കൂടെ അങ്ങ് സ്റ്റോപ്പ് ആവും. ദസ് ദ സ്റ്റേജ് ഇറ്റ് ഗെറ്റെയിൻസ് ഇക്വിലിബ്രിയം. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വിലിബ്രിയം ആയി എന്ന് പറയാം. ബിക്കോസ് ദർ ഈസ് നോ ഫർദർ മൂവ്മെന്റ്. ഓക്കെ, so electrophoresis is continued till all the molecules stop moving, that is when the system has achieved equilibrium. The separation of molecules is essentially a function of their size and not their mobility, and it is very powerful powerful technique used for separating native proteins. Native proteins in the sense അതിന്റെ ഒറിജിനൽ ഷേപ്പിലും പ്രോപ്പർട്ടീസിലും ഉള്ള പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഗ്രേഡിയന്റ് ജെൽ ഇലക്ട്രോഫോർസിസ് യൂസ് ചെയ്യുന്നത്. മെനി ടൈംസ് ഇലക്ട്രോഫോർസിസ് ഈസ് നോട്ട് കണ്ടിന്യൂഡ് till an equilibrium is achieved, as separation can be achieved earlier. Okay, if this is so, the separation is a function of relative mobility of the macromolecules. So this is the what peculiarities and the specifications of gradient gel electrophoresis, and this electrophoresis is categorized in the specialized electrophoretic technique. Okay, thank you.